നമസ്കാരം. കുമ്മക്കുടി സുധാകരൻ ഈ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി. ആരെയും കൂസാത്ത പ്രകൃതം, വെട്ടൊന്ന് മുറി രണ്ടെന്ന രീതി, ഇതിനെല്ലാം കണ്ണൂർ ഭാഗത്ത് ഒരുപാട് ഫാൻസ് ഉണ്ട് പുള്ളിക്ക്. അതിന്റെ ഹുങ്ക് ഉണ്ടെന്ന് തന്നെ വെച്ചു. ആരും തലയ്ക്കുമേൽ വളരില്ല എന്ന ആത്മവിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വേണ്ട അത്യാവശ്യം പണികളൊക്കെ പുള്ളിക്കും പുള്ളിയുടെ ശിൽബന്ധികൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ 2 ദിവസം കൊണ്ട് മാടായി വിഷയത്തിൽ കോൺഗ്രസ് നേതാവായ MK രാഘവനെതിരെ കണ്ണൂരിലെ മതിലുകളിലെല്ലാം പോസ്റ്റർ വന്നപ്പോൾ വായില്ല കുന്നിലപ്പനായി കുമ്പായി സുധാകരൻ മാറിപ്പോയത്. എപ്പോ എവിടെ മിണ്ടണമെന്ന് സുധാകരൻ സാറിന് ആരും പറഞ്ഞു കൊടുക്കണ്ട. എന്നെ പറയാൻ ഒരു തെണ്ടിയും സമ്മതിക്കില്ല, അതിന് ഞാൻ തന്നെ മതി എന്ന ലെവലിലെ കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം എത്തിയിട്ടും പ്രതിപക്ഷ നേതാവ് ഒന്നും മിണ്ടാത്തത്, കേരള ഘടകം ഇങ്ങനെ തെരുവിൽ തമ്മിൽ തല്ലി ചത്തിട്ടും പൊതുമധ്യത്തിൽ ഒന്നും പറയാൻ വയ്യാതിരിക്കുകയാണ് സോണിയും രാഹുലും ഒക്കെ. അടി കണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ ചമ്മന്തിയായി. ഒരാളെ പച്ചയ്ക്ക് കത്തിക്കുന്നതിന് തുല്യമായി നടു റോഡിൽ കോലം കത്തിച്ച ആ കുതന്ത്രം സുധാകരന്റേതാണ്. മാടായി കോളേജ് നിയമന വിവാദത്തിലാണ് കോൺഗ്രസ് MP കൂടിയായ MK രാഘവൻ MPയുടെ കോലം കത്തിച്ചതെന്ന് ഇന്നലെ ചിത്രങ്ങളടക്കം ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. പ്രതികരിച്ചാൽ കോൺഗ്രസിൽ ആളുകൾക്കുള്ള വിശ്വാസം പോകും, പ്രതികരിച്ചില്ലെങ്കിൽ ഇത്രയും വലിയ വിഷയത്തിൽ വാമൂടിയെന്ന വിമർശനവും എന്തായാലും വരും. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി ഐഡിയ. MK രാഘവനെ പാർട്ടി വിറ്റ് കാശുണ്ടാക്കുന്നവൻ എന്ന് വിളിപ്പിച്ചത് നേരത്തെ തന്നെ മൃദുസംഖ്യയായ സുധാകരനാണ്. അതിന്റെ പിന്തുടർച്ചയായാണ് ഇന്നും പയ്യന്നൂരിലെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന്റെ മതിലും നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലും വീണ്ടും രാഘവനെതിരെ പോസ്റ്ററുകൾ വന്നത്. കള്ളൻ, ഒറ്റുകാരൻ തുടങ്ങി ലോകത്തില്ലാത്ത എല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്ന പോസ്റ്ററുകളാണ് വന്നത്. എന്തായാലും പോസ്റ്ററുകൾ ഒന്നുമില്ല, എല്ലാം രാഘവന്റെ ഫാൻസ് നശിപ്പിച്ചു ഗൈസ്. മാടായി കോളേജിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നായിരുന്നു MK രാഘവൻ MPയുടെ പ്രതികരണം. MK രാഘവൻ സംഘടനാ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് കണ്ണൂർ DCC നിലപാട്. KPCC പുനഃസംഘടന വേണോ വേണ്ടയോ എന്ന ചർച്ച നിലനിൽക്കുമ്പോഴാണ് കണ്ണൂരിലെ മാടായി കോളേജിൽ ഉടലെടുത്ത പ്രശ്നം എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ സുധാകരന് തന്റെ ശക്തി പരമാവധി ഉയർത്താൻ നോക്കുകയും ചെയ്യും. സ്വന്തം തട്ടകത്തിൽ തന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിലൂടെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം നിലനിർത്താൻ കൂടിയാണ് ഈ പോരാട്ടത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് രാഷ്ട്രീയ വിലയിരുത്തലുകൾ. പ്രശ്നം പരിഹരിക്കാനും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് വിവരം. എന്തായാലും ഈ കളിയിൽ മറ്റു പാർട്ടിക്ക് പങ്കില്ല, കണ്ടിരുന്നാൽ മതി.